ഇന്നൊരു സ്പെഷ്യൽ രീതിയിൽ ഒരു മീൻ പൊരിച്ചത് റെഡിയാക്കിയെടുക്കാം. ഞാൻ ആവോലിയാണ് എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഏത് തരം മീനാണെങ്കിലും ഒരു കുഴപ്പമില്ല, സെയിം മസാല ആക്കി എടുത്താൽ മതി. പിന്നെ ഇതൊരു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ അമ്മിയൊക്കെ ഉള്ള കാലത്ത് ആളുകൾ ഈ ഒരു മസാല അമ്മിമ്മൽ കുത്തിയിട്ട് ചതച്ചിട്ടൊക്കെ എടുത്തിട്ട് മീനിൽ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു ടേസ്റ്റ് വീട്ടിലുള്ള പഴമക്കാർ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കിലോനോളം ആവോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വലിയ ആവോലി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ആ ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കി എടുക്കാം. എൻ്റെ അടുത്ത് അമ്മിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കൊച്ചുള്ളി, കുഞ്ഞുള്ളി, ചീരുള്ളി എന്നൊക്കെ പറയുന്ന ആ ഒരു ഉള്ളി ഏകദേശം 15ഓളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 3 തണ്ടോളം കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ഒറ്റ പച്ചമുളക്. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് അടുത്ത് കാന്താരി മുളകോ അങ്ങനെ എന്തെങ്കിലും മുളക് ഉണ്ടെങ്കിൽ അതിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. എൻ്റെ അടുത്ത് പച്ചമുളക് മാത്രമായതുകൊണ്ടാണ് ഞാൻ അതിടുന്നത്. പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി പൗഡർ, അത് ഞാൻ ഇവിടെ കളറിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂണോളം പെരുംജീരകവും ഉപ്പും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി, പുളിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വിനാഗിരിയും കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്ത ഈ ഒരു മസാല മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എത്ര കണ്ട് തിരുമ്മി പിടിപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് ടേസ്റ്റ് കൂടും എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നിട്ട് മിനിമം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3-4 തണ്ട് കറിവേപ്പില അങ്ങനെ ഇട്ടിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഈ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. ഞാനിവിടെ ഏകദേശം 4 എണ്ണ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മീൻ ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ മീൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ചും വെക്കാം. മൂടിയിട്ടിട്ടാണ് വേവിക്കുന്നത്. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് മീൻ പൊരിയുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മൂടിയിടുന്നത്. അല്ലാത്തവർക്ക് മൂടിയില്ലാതെയും പൊരിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 7 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും മൂടിയിട്ടിട്ട് ഞാൻ മറ്റേ സൈഡും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി മീനിൻ്റെ പീസസ് എല്ലാം നമുക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ മസാല തേച്ചതിൻ്റെ ബാക്കി ആ ഒരു മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഹാഫ് ഇനി ബാക്കി മീൻ പൊരിക്കുമ്പോൾ അതിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ ഹാഫ് ഭാഗം ഈ പാനിലോട്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളവും ആ പാത്രം കഴുകി ഒഴിക്കുക ഈ പാനിലോട്ട് തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മസാല കുക്ക് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ എല്ലാവരും ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റ് പോകുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഗ്രേവി രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ആ ഒരു പാകമാക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ലൊരു പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം. എന്നിട്ട് ആ മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലോട്ടിടുക. ഇനി കഴിക്കുമ്പോൾ ഈ ഗ്രേവിയോട് കൂടി കഴിക്കുക ഈ മീൻ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ മീൻ ഈ മസാലയും കൂടി കൂട്ടിയിട്ട് ഒരു വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് അത് ചുട്ടെടുക്കുകയാണെങ്കിൽ അതിലൊന്നുകൂടെ ടേസ്റ്റ് കൂടും. ആ വാഴലിൻ്റെ ചുട്ട ആ ഒരു ടേസ്റ്റും കൂടെ ഈ മീനിലോട്ട് പറ്റിയിട്ട് അതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ വാഴൻ്റെ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ട്രൈ ചെയ്യുന്നില്ല. ഇങ്ങനെയും ടേസ്റ്റാണ്, അതൊന്നുകൂടെ ടേസ്റ്റാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാഴൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ശരി എന്നാൽ.